യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ദൈവാനുഗ്രഹവും ആശംസിക്കുന്നു. അതിരാവിലെ തന്നെ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ദൈവവചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും പുതിയൊരു ദിവസം തുടങ്ങുവാൻ ദൈവം നമുക്ക് അവസരം തന്നതിന് സർവശക്തനായ ദൈവത്തിന് നന്ദി പറയും. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ഹഗ്ഗായിയുടെ പുസ്തകം 2-ാം അധ്യായം 9-ാം തിരുവചനം. ഈ ആലയത്തിൻ്റെ പൂർവമഹത്വത്തേക്കാൾ ഉന്നതമായിരിക്കും വരാൻ പോകുന്ന മഹത്വം, സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു. ഈ സ്ഥലത്തിന് ഞാൻ ഐശ്വര്യം നൽകും, സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു. ഒരു വചനത്തിൽ ദൈവമായ കർത്താവ് 2 പ്രാവശ്യം പറയുകയാണ്, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവായ ഞാൻ അരുളിച്ചെയ്യുന്നു. നിങ്ങൾക്ക് ഉന്നതമായ മഹത്വം, ഐശ്വര്യം നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന്, നിങ്ങളുടെ ഭവനത്തിന് ഉണ്ടാകുവാൻ പോകുന്നു. ആമേൻ ചൊല്ലി നമുക്ക് ഈ വചനം ഏറ്റെടുക്കാം. വിശ്വാസത്തോടെ, പൂർണ്ണ വിശ്വാസത്തോടെ ഇന്ന് എൻ്റെ ഭവനത്തിൽ കർത്താവിൻ്റെ വാക്ക്, ദൈവവചനം നിറവേറുന്നതിന് കർത്താവേ നിനക്ക് ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിലായിരിക്കാം. നിങ്ങളുടെ അവസ്ഥകൾ എന്തായിരുന്നാലും, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തായിരുന്നാലും, യേശുനാമത്തിൽ അത് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറുകയും നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധിയും അനുഗ്രഹവും ഐശ്വര്യവും ഉണ്ടാകുന്നത് നിങ്ങൾക്ക് കാണുവാനും സാധിക്കും. ദൈവത്തിൻ്റെ വാഗ്ദാനം ഒരിക്കലും നിറവേറപ്പെടാതെ പോവുകയില്ല. അതിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. ഉറച്ചു വിശ്വസിക്കുക. നിങ്ങളുടെ ഭവനത്തിലെ അവസ്ഥകൾ മാറി ദൈവമഹത്വം നിങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വന്ന് പ്രോസ്പെരിറ്റിയും ഗ്രേസും അബണ്ടൻസായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിറയുന്നത് നിങ്ങൾ കാണുവാൻ സാധിക്കും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ ദൈവവചനത്തിൻ്റെ ശക്തിയാൽ നിങ്ങളുടെ ഭവനം ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടു മാറട്ടെ. ഈ നിമിഷം നമുക്ക് ഈ ഭൂമിയിലെ 800 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവത്തിൻ്റെ ബലിപീഠത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാം. അവരുടെ ജീവിതവും അനുഗ്രഹപ്രദമായി മാറുവാൻ ദൈവം എല്ലാവരിലും ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഏകരക്ഷകനായ യേശു ക്രിസ്തുവിൽ എല്ലാവരും വിശ്വസിക്കുകയും അങ്ങനെ ക്രിസ്തുവിൻ്റെ സുവിശേഷം ലോകം മുഴുവനും വ്യാപരിക്കുകയും ചെയ്യുന്ന ഈ നിമിഷത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയാം. ക്രിസ്തുവിൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.